നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDP and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. തമിഴ്നാട് ബോർവെൽസ്, തൃശൂർ 7560850000. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് സേവ്യാർ ചിറ്റിലപ്പള്ളി MLA. കിക്ക് ഓഫ് മീറ്റിംഗ് നടന്നു. കെട്ടിട നിർമ്മാണത്തിനും യൂണിറ്റ് ആരംഭിക്കുന്നതിനും അനുബന്ധ ഉപകരണങ്ങൾക്കുമായി അനുവദിച്ചത് 23.25 കോടി രൂപ. കെട്ടിട നിർമ്മാണത്തിന് 16.63 കോടി രൂപയുടെ ഭരണാനുമതി. 42,500 ചതുരശ്രീ അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. 50 കിടക്കകൾ ആശുപത്രിയിൽ, 2 ഓപ്പറേഷൻ തിയേറ്ററുകൾ ഒരുക്കും. പദ്ധതി നടപ്പിലാക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും സംയുക്തമായി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസാം സ്വദേശി അമിത് ഉറാങ്ക് മാളയിലെ ആലത്തൂരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിൽ. കോഴി ഫാമിലെ ഇതര സംസ്ഥാന തൊഴിലാളികളോടൊപ്പമായിരുന്നു അമിത് ഉറാങ്കിന്റെ ഒളിവുവാസം. ഇരട്ടക്കൊലപാതകം നടത്തിയത് താൻ തന്നെയെന്ന് സമ്മതിച്ച യുവാവ് കൊലയ്ക്കുപയോഗിച്ച കോടാലിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത് കേസിലെ വഴിത്തിരിവ്. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത പുഴയിൽ നിന്ന് കണ്ടെടുത്തു. ബന്ധുവിന്റെ ചതിയെ തുടർന്ന് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെടുകയും യുക്രൈനിൽ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയും ചെയ്തിരുന്ന തെക്കുംകര കുത്തുപാറ സ്വദേശി ജയൻ കുര്യനെ സൈനിക ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ജയനിനെ ക്ലിൻസിയിലെ സൈനിക ക്യാമ്പിലേക്ക് മാറ്റി. സൈനിക സേവനത്തിന് നിയോഗിക്കരുതെന്നും 1 മാസത്തെ വിശ്രമം നൽകണമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയം. നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുമെന്ന ആശങ്കയിൽ യുവാവ്. മധ്യകേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ ഉത്രാളിക്കാവിൽ മിനിപൂര ആരവ നിറവൊരുക്കി പ്രതിഷ്ഠാദിന മഹോത്സവം. മേടമാസത്തിലെ അവിട്ടം നാളിൽ നടന്ന ഭഗവതിയുടെ പിറന്നാളാഘോഷത്തിൽ കണ്ണിയാകാൻ ഭക്തജന സാഗരം ഒഴുകിയെത്തി. തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് കളഭച്ചാർത്തിനും തന്ത്രി പൂജയ്ക്കും നേതൃത്വം നൽകി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പഞ്ചാരിമേളവും കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യവും ക്ഷേത്രാങ്കണത്തെ നാദക്കടലിൽ ആറാടിച്ചു. കെ രാധാകൃഷ്ണൻ MP-യെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ മായന്നൂർ സ്വദേശി പിടിയിൽ. വലിയപറമ്പിൽ വിപിൻ ദാസ് ആണ് വലയിലായത്. വിദേശത്തു നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് പിടികൂടിയത്. പ്രതി റിമാൻഡിൽ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള സ്പെഷ്യൽ കോടതി വിപിൻ ദാസിനെ റിമാൻഡ് ചെയ്തത്. ശക്തമായ കാറ്റും മഴയും. തൃശൂർ പട്ടണത്തിൽ ഭീതിയും ആശങ്കയും. കാഴ്ച ബംഗ്ലാവിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. മൃഗങ്ങളെ പാർപ്പിച്ചിരുന്ന കൂടുകൾ തകർന്നു. മൃഗങ്ങൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മ്ലാവുകൾ, ഹിപ്പോപ്പൊട്ടാമസ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ തകർന്നടിഞ്ഞു. 100 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ കടപുഴകി വീണു. മൃഗങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കിയത് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ. ശ്രീനാരായണ ഗുരുദേവൻ 1925 സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 100ാമത് പുനഃപ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾക്ക് ഭക്തിയാവേശ നിറലഹരിയിൽ തുടക്കം. കലാകാവടി, ആറാട്ട് ചടങ്ങുകൾക്ക് ക്ഷേത്രം ഒരുങ്ങി. ഉത്സവാഘോഷ നിറവിൽ കൊടിയേറ്റം. മേൽശാന്തി തന്ത്രി ബിനു മഹോദയ കൊടിയേറ്റി. കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. കാവടിക്കൂട്ടങ്ങളുടെ നിറഞ്ഞാട്ടം 30-ന്. ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാൾ മെയ് ദിനത്തിൽ. ജില്ലയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട്. പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. മലിനമായ വെള്ളവും ആഹാരവും ഭക്ഷിക്കാതിരിക്കാൻ
ജാഗ്രത വേണമെന്നും ഡോക്ടർ TP ശ്രീദേവി. ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക ഇടവക സമൂഹത്തിന്റെ നെഞ്ചിലമരാൻ ഇനി 2 ദിനം മാത്രം. സംസ്കാരം ശനിയാഴ്ച നടക്കും. മാർപ്പാപ്പയുടെ മൃതദേഹ പൊതുദർശനം ആരംഭിച്ചു. ബുധനാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മൃതദേഹം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ എത്തിച്ചു. വത്തിക്കാനിലേക്ക് ഭക്തജനപ്രവാഹം.